താൻ കാറിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് സെൽഫി എടുത്ത് അയക്കാൻ ശ്രമിക്കുമ്പോൾ അതുവഴി കടന്നുപോയ സ്കൂൾ വിദ്യാർത്ഥിനികൾ തെറ്റിദ്ധരിച്ചതാണെന്നും താൻ മനഃപൂർവ്വമായി വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നും ശ്രീജിത്ത് രവി പറഞ്ഞു. അതേസമയം സ്കൂൾ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയെന്നും നഗ്നത പ്രദർശിപ്പിച്ചു എന്നുമുള്ള പരാതിയിൽ ചലച്ചിത്ര താരം ശ്രീജിത്ത് രവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറ്റപ്പാലം ലക്കിടിയിലെ സ്വകാര്യ സ്കൂൾ പ്രിൻസിപ്പളിന്റെ പരാതിയിലാണ് ശ്രീജിത്ത് രവിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 27-ന് രാവിലെ ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടിയിൽ ാണ് കേസിനാസ്പദമായ സംഭവം. സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനികളോട് കാറിലെത്തിയ ഒരാൾ അപമര്യാദയായി പെരുമാറി. നഗ്നത പ്രദർശിപ്പിക്കുകയും തുടർന്ന് അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുകയും മൊബൈലിൽ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥിനികൾ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും ഇയാൾ കാർ ഓടിച്ചു പോയി. വിദ്യാർത്ഥിനികൾ സ്കൂൾ പ്രിൻസിപ്പാളോട് പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പാൾ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്ന് മാത്രമായിരുന്നു കേസിൽ എഫ്ഐആർ ഇട്ടിരുന്നത്. കാറിന്റെ നമ്പർ പരിശോധിച്ചതിൽ നിന്നും കാർ സിനിമാ നടൻ ശ്രീജിത്ത് രവിയുടേതാണെന്ന് വ്യക്തമായി. അതേസമയം സംഭവ സമയത്ത് ശ്രീജിത്ത് രവിയുടെ മൊബൈൽ ഫോൺ ലക്കിടി ടവർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. എന്നാൽ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയത് ശ്രീജിത്ത് രവിയാണ് എന്ന വിവരം സ്ഥിരീകരിക്കാൻ അപ്പോഴും പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് രാത്രിയാണ് പല്ലശ്ശേനയിലെ സിനിമാ ലൊക്കേഷനിൽ നിന്നും ശ്രീജിത്ത് രവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 16 പെൺകുട്ടികളടങ്ങുന്ന സംഘമാണ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.